ഡോക്ടർ ടി പി സെൻകുമാർ സാർ, ഇതൊരു കേവലം ഒരു സ്ഫോടക വസ്തു കടത്തുമായി മാത്രം അങ്ങനെ നമുക്ക് കാണാൻ കഴിയുമോ? ഒരു രേഖയുമില്ലാതെ ഇത്രയധികം സ്ഫോടക വസ്തുക്കൾ കൊണ്ടുവരിക, ഒരു പ്രത്യേക സ്ഥലത്ത് കേന്ദ്രീകരിക്കപ്പെടുക, ഈ 89,000 ഡിറ്റോനേറ്റർ, അതുപോലെ 10,500 നോൺ ഇലക്ട്രിക് ഷോക്ക് ട്യൂബർ എന്നിവയാണ് അന്ന് കണ്ടെടുത്തത്, ഈ ഉള്ളി ലോറിയിൽ നിന്നും കണ്ടെടുക്കുന്നത്. ഇത് എന്തിന് മലപ്പുറത്ത് കൊണ്ടുവന്നു എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. ഒപ്പം തന്നെ ഇതിൻ്റെ ഒരു പ്രഹരശേഷിയെക്കുറിച്ച് അഡ്വക്കേറ്റ് വി പി ശ്രീപത്മനാഭൻ പറയുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ശാസ്ത്രീയമായ വശം അറിയില്ല. മുൻ DGP എന്ന നിലയിൽ അതിൽ കൂടി അങ്ങൊരു വ്യക്തത വരുത്തുമോ? ഇത്രയധികം വലിയ അളവിലാണ് ഈ സ്ഫോടക വസ്തു കേരളത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതിപ്പോൾ അഡ്വക്കേറ്റ് ശ്രീപത്മനാഭൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് ക്വാറികൾക്ക് അല്ല എന്നാണ് പറയുന്നത്. ക്വാറികൾക്ക് അല്ല എങ്കിൽ തീർച്ചയായിട്ടും ഇത് മറ്റേതോ കാര്യത്തിനാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ 89,000 സ്റ്റിക്കുകൾ എന്ന് പറയുന്നത് വളരെ ഭീകരമായിട്ടൊരവസ്ഥയാണ്. കേരളത്തിലെ എല്ലാ ഡിസ്ട്രിക്റ്റുകളും തകർക്കാൻ പര്യാപ്തമായിട്ടുള്ള ഒരു സാധനമുണ്ട് അതിൽ. ഇപ്പോൾ ആ ഭാഗത്തെ ഒരു ചരിത്രം നോക്കുകയാണെങ്കിൽ 1995 വേങ്ങരയിൽ നിന്ന്, അത് കടലുണ്ടി പുഴയിൽ നിന്നാണ് പൈപ്പ് ബോംബ്സ് പിടിച്ചു വരുന്നത്. ആ പൈപ്പ് ബോംബ്സിൻ്റെ ഉള്ളിലും ഇതേപോലുള്ള എക്സ്പ്ലോസീവ്സാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതിനു മുമ്പും അവിടെ ഇത്തരത്തിലുള്ള ആ ഭാഗങ്ങളിൽ ഇത്തരത്തിലുള്ള ചരിത്രങ്ങളുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഇതിൽ മറ്റൊരു കാര്യമുള്ളത്, ഫെബ്രുവരി 3 വരെയായിരുന്നു അവിടെ ഉണ്ടായിരുന്ന ചടങ്ങുകൾ നടന്നത്. അപ്പോൾ മാഘം പ്രമാണിച്ചുള്ള ചടങ്ങുകൾ ഇത് പിടിക്കുന്നത് ഫെബ്രുവരി 7 അപ്പോൾ ഇത് എപ്പോഴാണ് വന്നതെന്ന് കൂടി ഐഡൻറ്റിഫൈ ചെയ്യേണ്ടതുണ്ട്. അതെല്ലാം NIA ചെയ്യുന്നുണ്ടായിരിക്കണം എന്ന് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്കിതിൽ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇത് NIA തന്നെ വളരെ തീവ്രമായി കണ്ടെത്തിയിരിക്കുന്ന ഒരു കേസാണ്. മാത്രമല്ല ഇതിലെ വളരെയധികം റാമിഫിക്കേഷൻസ് ഉണ്ട്. കാരണം ആ റാമിഫിക്കേഷൻസ് എന്ന് പറഞ്ഞാൽ, ഇപ്പം മഹാമാഘം ഫെസ്റ്റിവലിൽ ഏകദേശം 25 ലക്ഷം പേര് പങ്കെടുത്തു എന്ന് മാത്രമല്ല, അവിടെ ചുറ്റുവട്ടത്തുള്ള എല്ലാവരുമായിട്ട് വളരെ സഹകരിച്ചാണ് അത് നടന്നത്. കാരണം ആ ചുറ്റുവട്ടത്തുമുള്ള അവരെ സംബന്ധിച്ചിടത്തോളം 25ഓളം ലക്ഷം പേര് അവിടെ വന്നപ്പോൾ അവിടെ പാർക്കിങ്ങിന് കൊടുത്തതിൻ്റെ പ്രതിഫലം, ഭക്ഷണം, വെള്ളം, അതുപോലുള്ള കുടിക്കാനുള്ള സാധനങ്ങൾ കൊടുത്തതിൻ്റെ പ്രതിഫലം, ടാക്സി ഓടിച്ചതിൻ്റെ, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക്. അപ്പോൾ പൊതുവെ അവർക്ക് അവിടുത്തെ എക്കോണമിക്ക് വളരെ ഒരു ഉണർവ് ആ ഭാഗത്ത്, ഇത് മാഘത്തിൽ പങ്കെടുത്തവർക്ക് അല്ലാതെയുള്ള ആൾക്കാരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്, അങ്ങനെ ഉണ്ടായിരുന്ന ഒരു സന്ദർഭമാണ്. അതായത് യാതൊരു വിധത്തിലുള്ള കമ്മ്യൂണിറ്റീസ് തമ്മിൽ യാതൊരു സംഘർഷമോ യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളോ ഇല്ലാതെ നടന്ന ഒരു സംഭവമായിരുന്നു മഹാമാഘം. അപ്പോൾ അതിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാനായിട്ട് കുറച്ച് കൊണ്ടുവന്നതാണോ എന്ന് നമുക്ക് അറിയില്ല. NIA അന്വേഷിച്ച് കണ്ടുപിടിക്കണം. പക്ഷേ അതിൻ്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് മഹാമാഘത്തിന് മാത്രമല്ല, കേരളത്തിലെ മുഴുവനായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്ന ഒന്നാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത് തിരൂരങ്ങാടി എന്ന് പറയുന്ന സ്ഥലത്ത് ഇപ്പോൾ വന്ന് കിടക്കുന്നത് എന്തിനാണെന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുള്ളത്, ഇത് ഉൽപ്പാദിപ്പിക്കുന്ന കാരണം ഇത് പല സ്ഥലങ്ങളിലും ക്വാറികളിലേക്കൊക്കെ ഇതുപോലെ അൺഓതറൈസ്ഡ് എക്സ്പ്ലോസീവ്സ് ഇപ്പോൾ ക്വാറികളിൽ ആവശ്യമുള്ളതിലും വളരെ കുറവാണ് അവർക്ക് ലൈസൻസ് കൊടുക്കുന്നത്. അതുകൊണ്ട് ക്വാറികളിൽ പലപ്പോഴും ചെയ്യുന്നത് അൺലൈസൻസ്ഡായിട്ട് ഇതുപോലെ കുറേയധികം എത്തിക്കാറുണ്ട്. പക്ഷേ അങ്ങനെ ഒരു ക്വാറിയുള്ള പ്രദേശത്താണ് ഇത് വന്നത്. അങ്ങനെയാണെങ്കിൽ ഏത് ക്വാറിക്കാരനാണ് ഇത് കൊണ്ടുവന്നത് എന്നുള്ള അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. പക്ഷെ അതേക്കാൾ പ്രധാനമുള്ളത്, ഇതിപ്പോൾ കർണാടകത്തിൽ നിന്നാണ് എടുത്തിരിക്കുന്നതായിട്ട് കാണുന്നത്. അങ്ങനെയാണെങ്കിൽ അവിടെയെല്ലാം ഈ സപ്ലൈ, ഇത് പ്രൊഡക്ഷൻ സപ്ലൈ ഒക്കെ വളരെ കർശനമായിട്ടുള്ള നിയന്ത്രണത്തിലുള്ളതാണ്. എത്ര ക്വാണ്ടിറ്റിയാണ് ഉണ്ടാക്കുന്നത്, അത് ആർക്കാണ് സപ്ലൈ ചെയ്യുന്നത്, അത് ആ സപ്ലൈ ചെയ്യുന്ന സ്ഥലത്ത് എത്തിയോ എന്നുള്ള പരിശോധിക്കാനായിട്ട് വലിയ സംവിധാനങ്ങൾ അടുത്ത കാലത്തായിട്ട് ഉണ്ടായിട്ടുണ്ട്.
അപ്പോൾ അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് മാഗത്തിനെ മാത്രം ഉദ്ദേശിച്ചായിരുന്നു അതല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളെ സംബന്ധിച്ചായിരുന്നു എന്നുള്ളത് നമ്മൾക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. രണ്ടാമത്, ഇതിൻ്റെ എക്സ്പ്ലോസീവ് കാപ്പാസിറ്റി എന്ന് പറയുന്നത് വളരെ ഹ്യൂജാണ്. നമ്മുടെ പല ജില്ലകളെയും തരിപ്പണമാക്കാൻ കപ്പാസിറ്റിയുള്ള സാധനങ്ങളാണ് 89,000 സ്റ്റിക്സ് എന്ന് പറയുന്നത്. അത് ഇപ്പോൾ നമ്മൾ ഇവിടെയൊക്കെ നമ്മുടെ കഴിഞ്ഞ കൊല്ലം ജില്ലയിൽ പറവൂരൊക്കെ ഉണ്ടായിരുന്ന പുറ്റിങ്ങൽ വെടിമരുന്ന് അപകടത്തിനേക്കാളുമൊക്കെ ഏകദേശം 2 ലക്ഷം 3 ലക്ഷം ഇരട്ടി എക്സ്പ്ലോസീവ് സ്ഫോടനം ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒന്നാണ്. അതിൽ 110 പേരാണ് മരിച്ചിരുന്നത്. അപ്പോൾ അതുപോലെ അതിൻ്റെയൊക്കെ 2 ലക്ഷം ഇരട്ടിയെങ്കിലും സ്ഫോടന ശേഷിയുള്ള സാധനങ്ങളാണിത് വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതേസമയം ഇത് വന്നത് 7-ാം തീയതിയാണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. കേസെടുത്തിരിക്കുന്നത് 7-ാം തീയതിയാണ്. മറ്റേ മാഗം 3-ാം തീയതി തീരുകയും ചെയ്തു. അപ്പോൾ ഇതെല്ലാം നമ്മൾ കോറിലേറ്റ് ചെയ്ത് നോക്കണം. നമ്മളൊരു കാര്യം പറഞ്ഞ് സമർത്ഥിക്കുന്നതിന് മുമ്പായിട്ട് ഫാക്ട്സ് ഞാൻ പറയുകയാണ്. അപ്പോൾ അതുകൊണ്ട് പക്ഷേ ഇത് പ്രൈമറി ആയിട്ട് പറയുന്നത് ഇത് വന്നിരിക്കുന്നത് കോറി പർപ്പസിനല്ല എന്നാണ്. കോറി പർപ്പസിനല്ല എങ്കിൽ തീർച്ചയായിട്ടും അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇതേപോലെ പലപ്പോഴും നമ്മൾ കാണുന്നുണ്ട് ഈ ആംസ് അതായത് വെടിവെക്കാനുള്ള തോക്കുകളൊക്കെ കളിത്തോക്കുകളുടെ പോലെ ഇമ്പോർട്ട് ചെയ്തിട്ട് അത് പെട്ടെന്ന് ട്രാൻസ്ഫോം ചെയ്ത് അത് വലിയ തോക്കുകളാക്കി മാറ്റാനുള്ള സംവിധാനമുള്ള തോക്കുകളൊക്കെ ഇതുപോലെ വരുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. വളരെ ശ്രദ്ധ അർഹിക്കുന്ന ഒരു കേസാണിത്. കേരളത്തിൻ്റെ സാഹചര്യത്തിൽ വളരെയധികം ശ്രദ്ധ അർഹിക്കേണ്ട കേസാണ്. പ്രത്യേകിച്ചും അവിടെ വളരെ കാലം മുമ്പ് 1992 വേങ്ങരയിൽ കടലുണ്ടിപ്പുഴയിലുണ്ടായ 100ഓളം ബോംബുകൾ പിടിച്ചതടക്കമുള്ള സംഗതികൾ കിടക്കുന്നത് കൊണ്ട് തീർച്ചയായിട്ടും സവിശേഷ ശ്രദ്ധ അർഹിക്കേണ്ട ഒരു സംഗതിയാണ് ഇത്. ഓക്കെ, വളരെ നിർണായകമായ വിവരങ്ങളാണ് ഡോക്ടർ ടി പി സെൻകുമാർ പങ്കുവച്ചത്.